കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 552 പോയിന്റ് നേടി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത്. 543 പോയിന്റോടെ കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനത്തും 539 പോയിന്റോടെ പാലക്കാട് തൊട്ടുപിന്നിലുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ആശ്രമം മൈതാനത്ത് നല്ല തിരക്കാണ്. കലോത്സവം കാണാനും ആസ്വദിക്കാനുമൊക്കെ ജനലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രമം മൈതാനത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എത്ര പേര് വന്നാലും അത് നമുക്കൊരു ജനക്കൂട്ടമായി കാണാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് ശനിയാഴ്ചയാണ്, വൈകുന്നേരങ്ങളിലേക്ക് ആൾക്കാർ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കലോത്സവവും മറ്റ് സ്റ്റാളുകളും ഒക്കെ കണ്ട് അവർ ശരിക്കും ഒരു ടൂർ മൂഡിലാണ് വന്നിരിക്കുന്നത്. അത് വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയവരുണ്ട്. അതുപോലെ തന്നെ പ്രായഭേദമന്യേ മുതിർന്നവരുമൊക്കെ ഈ കലോത്സവം കാണാനായിട്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, നല്ല ഒഴുക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യ കവാടത്തിന് മുന്നിലാണ്. ഇപ്പോൾ തന്നെ ന്യൂജൻ ഉൾപ്പെടെയുള്ള, അതായത് പ്രായമൊന്നും ഒരു തടസ്സമല്ല. കലാമത്സരം കൊല്ലത്ത് 15 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു മേളയാണ്, കലാമേളയാണ്, സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് നേരിൽ കണ്ട് ആസ്വദിക്കാനൊക്കെ ഇങ്ങനെ ഒരു അവസരം ഇന്നെ കിട്ടില്ല. അപ്പോൾ അത് നേരിട്ട് കണ്ട് ആസ്വദിച്ച് അത് മടങ്ങാം. ഇനി എന്തായാലും ഇവർ പോകുന്നത് 12 മണിയൊക്കെ ആയാലും എല്ലാ വേദികളും ഒക്കെ കറങ്ങിയിട്ടൊക്കെ പോവുകയുള്ളൂ. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ആ സ്റ്റാളുകളിലൊക്കെ കയറി പിന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണിക്കാം. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായിട്ടും മറ്റും നിയോഗിച്ചിരിക്കുന്നത്. അത് മഫ്തിയിലുമുണ്ട്, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്തായാലും ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലാതെ മറ്റ് ഗവൺമെന്റ് വകുപ്പുകളുടെ ഭാഗത്തായാലും എല്ലാ നടപടിക്രമങ്ങളും അവരുടെയൊക്കെ ഒരു കർശന നിരീക്ഷണത്തിലാണ് ഈ ആശ്രമം പരിസരവും അതോടൊപ്പം തന്നെയുള്ള മറ്റ് 23 വേദികൾ. എന്തായാലും പോയിന്റ് പട്ടിക വളരെ ആവേശകരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. കണ്ണൂരും പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആതിര.